അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്നായിരിക്കൂലേ? നമ്മുടെ വാസ്കോഡ് ഗാമ ആദ്യമായി കേരളത്തിൽ കാലുകുത്തിയ ആ നഗരത്തിലേക്ക്. എങ്ങോട്ടാണെന്നല്ലേ? കോഴിക്കോട്ടേക്ക്. അപ്പോൾ വർഷങ്ങളായിട്ട് രണ്ടുപേരുടെ ആഗ്രഹം പൂവണിയുന്നൊരു നിമിഷം ഇന്ന്. എന്താണെന്നായിരിക്കും? നമ്മുടെ ജിഷ്ണു ചേട്ടൻ്റെ ഷിജി ചേച്ചിയുടെയും കല്യാണം. അവർ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന അവരുടെ ദിവസം ഇന്ന് തുലാമാസത്തിലെ 17-ാം തീയതി. അപ്പോൾ അതിനായിട്ട് ഞാനും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുറച്ച് കൂട്ടുകാരും കൂടെ ആദ്യമായി കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക് അവിടെ എത്തി. എൻ്റെ ഉള്ളിൽ ഒത്തിരി ആഗ്രഹമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്, ഒന്ന് കോഴിക്കോട് പോകണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. എങ്ങോട്ട് പോകണം എന്നുള്ള ചർച്ചയിലാണ്, എങ്ങനെ പോകണം, എപ്പോൾ പോകണം. അപ്പോൾ ഇവരാണ് നമ്മുടെ ആ സ്വന്തം ദമ്പതികൾ, ജിഷ്ണു ചേട്ടനും ഷിജി ചേച്ചി. അങ്ങനെ കോഴിക്കോടിൻ്റെ സദ്യ എങ്ങനെയുണ്ടെന്ന് അറിയാൻ ഒരു ആകാംക്ഷയായിരുന്നു. നമ്മളിരുന്നു, ഇലയിട്ടു, പപ്പടം വിളമ്പിയവർ, പായസം തന്നു. ശില്പയുടെയൊക്കെ ആ എക്സൈറ്റ്മെൻറ്റൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. കോഴിക്കോടിൻ്റെ മണ്ണിലെ സദ്യയുടെ രുചി അറിയാൻ കുറേ ചേച്ചിമാരോട് തല തൊപ്പിയൊക്കെ വെച്ച് നല്ല ഭംഗിയുള്ളതും നല്ല രുചികരമായ ഭക്ഷണം അവർ വിളമ്പി തുടങ്ങി. അങ്ങനെ ഓരോ കറികളായിട്ട് നമ്മുടെ ഇലയിലേക്ക് എത്തുമ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ ആകാംക്ഷയായിരുന്നു ഇതൊന്ന് രുചിച്ച് നോക്കാൻ. കുറേ കറികൾ വന്നു. അങ്ങനെ ചോറ് വരാൻ സമയമായി. ചോറും വന്നു. ഇനി ആ സാമ്പാറും കൂടെ ഒഴിച്ച് അതൊന്ന് രുചിച്ച് നോക്കണം. അതും കഴിഞ്ഞ് ആ പായസം ആ പപ്പടം പൊടിച്ച് ഇലയും മടക്കി. അങ്ങനെ ഞങ്ങൾ മിഠായിത്തെരുവിലെത്തി. അവിടെ കയറുന്നതിന് മുമ്പ് കണ്ടൊരു കാഴ്ചയായിരുന്നത് ഭയങ്കര കൗതുകരമായിട്ട് തോന്നി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു സമയമായിരുന്നു അത്. ഇത്രയും ഭംഗിയായിട്ട് അവരത് ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പൊരി വെയിലത്ത് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ മിഠായിത്തെരുവ് കാണാനായിട്ട് അങ്ങ് ഇറങ്ങി. കുറേ കടകളിൽ നിന്ന് ആൾക്കാരെ വിളിച്ച് അലുവ രുചിക്കാൻ വിളിച്ചു. പക്ഷെ എന്താ ചെയ്യുക, ഞങ്ങളൊരിടത്തുനിന്ന് ആരും അലുവ മേടിച്ചില്ല. അങ്ങനെ തിരിച്ച് ട്രെയിനിൽ കയറി ഞങ്ങൾ ആലുവ എത്തി. എല്ലാവരും ചേർന്നൊരു വൈൻഡപ്പൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു.